ഇപ്പോൾ എന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് വികാരങ്ങളൊക്കെയുള്ള ഒരു വികാരജീവിയായി നിൽക്കുമ്പോൾ എല്ലാവർക്കും എപ്പോഴും കംഫർട്ടബിളായി ഇരിക്കാൻ പറ്റുന്ന ഒരിടം നമ്മൾ അങ്ങോട്ട് വെച്ച് നീട്ടുന്നു എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും അത് ഒരു പക്ഷേ അത്ര ബോധ്യമാകണമെന്നില്ല. ഇപ്പോഴും കുറേ അധികം പ്രശ്നങ്ങളും വെല്ലുവിളികളും പരാജയങ്ങളും കണ്ണീരും കലഹവും എല്ലാം ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും കണ്ണീരും കലഹവും. ഞാൻ എന്തായിരിക്കണം, ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്, ഞാൻ ആരാണ് എന്നൊക്കെയുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ശരിക്കും ഇതിൻ്റെ നടുവിൽ നമ്മൾ പോയി വീഴുമ്പോഴാണ് നമുക്ക് ശരിക്കും ചോദിക്കാൻ തോന്നുക. ദ ബേർഡ് ഡസൻ സിങ് ഫോർ ഇറ്റ് ടു ബി ഹേർഡ്, ദ ബേർഡ് സിങ്സ് ബിക്കോസ് ഇറ്റ് ഹാസ് എ സോങ് ടു സിങ്. ഫെമിനിസം ഇസ് ഓൾസോ ദാറ്റ്. ഇറ്റ്സ് എ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസസ് ദാറ്റ് ആർ ഇംപാർട്ടഡ് towards or that are directed towards women just for solely on gender reasons or solely on gender purposes. അത്രേ ഉള്ളൂ. ജോലി സ്ഥലത്താണെങ്കിലും അല്ലാതെ സാമൂഹികമായിട്ടാണെങ്കിലും ഒക്കെ എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാനും അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അപ്പോഴാണ് മനസ്സിലാകുന്നത് ചുറ്റും ഒരു ഗ്ലാസ് വാൾ ഉണ്ട്, നമുക്കിതൊക്കെ കാണാനേ പറ്റുന്നുള്ളൂ, പക്ഷെ ശരിക്കും അങ്ങോട്ട് കയറി പറ്റാൻ പറ്റില്ല. ചുറ്റും ഒരു ഇംപെനട്രബിൾ ഗ്ലാസ് വാൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു. ഒരു ഡൗൺ ടു എർത്ത് വൈബാണ് ദാറ്റ് യു ക്യാരി. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞ ഐ ഡെൻറ്റ് ഫീൽ ലൈക്ക് ഐ മീറ്റിംഗ് യു ഫോർ ദ ഫസ്റ്റ് ടൈം. എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരാളാണ്, അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളാണ്. ദർ ഇസ് നോ ബാരിയർ എന്നുള്ളൊരു ഫീലിംഗ്. ഡസ് ദാറ്റ് ഓൾവേസ് ഹെൽപ്പ് യു ഇൻ യുവർ വർക്ക്? അതൊരു അഡ്വാൻറ്റേജ് ആണോ? ആൻഡ് ഇങ്ങനെ ഒരു പവർ പൊസിഷനിലിരിക്കുമ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടും മാറാറില്ല? ബിക്കോസ് എവ്രിബഡി ഫീൽസ് കംഫർട്ടബിൾ ഇനഫ് ടു റീച്ച് ഔട്ട് ടു യു. ഹൗ ഡു യു ബാലൻസ് ഇറ്റ്? അതെ, രണ്ടും സംഭവിക്കാറുണ്ട്. പക്ഷേ ഞാനിങ്ങനെയാണെന്ന് എനിക്കറിയാം. അത് ഞാനിപ്പോൾ അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു വൈബ് സൃഷ്ടിക്കാനായിട്ട് ഞാനെങ്ങനെ കഷ്ടപ്പെട്ട് ആ ഒരു മുഖചിത്രം ഉണ്ടാക്കി എടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അറിയാം എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഉള്ളത് വെച്ച് മാനേജ് ചെയ്യാന്നുള്ളത് എനിക്കും ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കതിൽ ഒരു കാര്യം എനിക്കൊന്ന് അതും MBBS ഡേയ്സിലായിരുന്നു ഞാൻ പഠിച്ചതെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു MBBSൽ, എന്നെക്കാളും സീനിയറായിരുന്നു. അവൾ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ ഹസ്ബൻഡ് കോർപ്പറേറ്റ് വേൾഡിലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറയുമായിരുന്നു, അവിടെ ഒരു ഗ്ലാസ് വാൾ ഫിനോമിന എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് എന്ന് പറയുമായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയും, പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും വളരെ സുതാര്യമാണ്, വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, ഡെമോക്രാറ്റിക് ആണ്. പക്ഷേ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അപ്പോഴാണ് മനസ്സിലാകുന്നത് ചുറ്റും ഒരു ഗ്ലാസ് വാൾ ഉണ്ട്, നമുക്കിതൊക്കെ കാണാനേ പറ്റുന്നുള്ളൂ, പക്ഷേ ശരിക്കും അങ്ങോട്ട് കയറി പറ്റാൻ പറ്റില്ല. ചുറ്റും ഒരു ഇംപെനട്രബിൾ ഗ്ലാസ് വാൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു കണ്ണാടി ചുമർ എന്നുള്ള ഒരു ഏതോ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തോ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ തലയിൽ ഇതിങ്ങനെ ഇട്ട് തന്നതാണ് പുള്ളിക്കാരി. പക്ഷെ അത് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുമല്ലോ. അപ്പം ഞാൻ ഇതുപോലെ ഒരു സേവന മേഖലയിൽ വരുന്നു, ഒരു പദവിയിലെത്തുന്നു എന്നൊക്കെ ഉള്ളപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഗ്ലാസ് വാൾ എൻ്റെ ചുറ്റും ഒരിക്കലും ഉണ്ടാവരുതേ ഈശ്വരാന്ന്. അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു പോകുന്നതാണ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ധാരാളം ചിലപ്പോൾ നമുക്ക് പരിമിതികളുണ്ടാകും, നമ്മൾ ചിലപ്പോൾ കുറച്ച് വിദൂരത്ത് നിന്നായിരിക്കണം ആ ഒരു കൃത്യനിർവഹണം നടത്തേണ്ടത് എന്നൊക്കെയുള്ള കുറച്ച് പ്രതീക്ഷകൾ നമ്മളിൽ നിന്നും ഉണ്ടാകും. ചില ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒരുപക്ഷെ ഇത്രയധികം ഈ പറഞ്ഞതുപോലെ എന്താ പറയുക ഒരു വൾണറബിലിറ്റി എന്നുള്ളത് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പലപ്പോഴും അതിനെ പ്രൊഫഷണലിസവുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വ്യക്തി ഒരു ഈർപ്പമില്ലാതെ യാന്ത്രികമായി നമ്മുടെ ഏത് സേവന മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് കർമ്മ മേഖലയിലാണെങ്കിലും ഉദ്യോഗവൃത്തി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യനിർവഹണം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ
എപ്പോഴും അവർ വളരെ പ്രൊഫഷണലാണ് എന്ന് ആളുകൾ ധരിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് വികാരങ്ങളൊക്കെയുള്ള ഒരു വികാരജീവിയായി നിൽക്കുമ്പോൾ എല്ലാവർക്കും എപ്പോഴും കംഫർട്ടബിളായി ഇരിക്കാൻ പറ്റുന്ന ഒരിടം നമ്മൾ അങ്ങോട്ട് വെച്ച് നീട്ടുന്നു എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും അത് ഒരു പക്ഷേ അത്ര ബോധ്യമാകണമെന്നില്ല. അങ്ങനെ ഒരു ദൂഷ്യവശം അതിനുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവിതം എന്നുള്ളതിൽ നമ്മളിൽ നിന്നും ഒരിക്കലും കീറി മുറിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു ഘടകമല്ല നമ്മുടെ വികാരങ്ങൾ എന്നുള്ളത്. അതൊരു മനുഷ്യനെ കൊണ്ടും പറ്റില്ല. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ അതിനെ മരവിപ്പിക്കാൻ മാത്രമേ നമുക്ക് ഒരുപക്ഷെ പറ്റുള്ളായിരിക്കുള്ളൂ. അതിനെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. മനുഷ്യൻ ആർജിക്കുന്ന ഏതൊരു കഴിവായാലും, നമ്മൾ പകർന്നു നൽകുന്ന ഏതൊരു കൃത്യമായാലും ഏതൊരു സേവനമായാലും എല്ലാം അവസാനിക്കുന്നത് അല്ലെങ്കിൽ കലാശിക്കുന്നത് ഒരു മനുഷ്യ ഹൃദയത്തിൽ തന്നെയാണ് എപ്പോഴും. അതുകൊണ്ട് അതിനെ പുണർന്നുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന സേവന മേഖലയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ആൻഡ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ എന്ത് ജോലി എന്ത് പ്രവൃത്തി ചെയ്താലും when it emanates from love, exactly, when it emanates with the purest emotion, which is I want to do this as an act of service, അതിൻ്റെ ഇമ്പാക്റ്റ് ഇറ്റ്സ് 100-fold. Yes. അതൊരു ക്ലിനിക്കലായിട്ട് ചെയ്താൽ അതൊരിക്കലും ആ ഒരു ഇമ്പാക്റ്റ് കിട്ടത്തില്ല. ആൻഡ് അതർ തിങ് വിച്ച് ഐ ഫൈൻഡ് ഇസ് തിങ്കിങ് ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ ഡോക്ടർ. ഇപ്പോൾ ഡോക്ടറിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ, ഒന്ന്, യു ആർ ഹോൾഡിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോർട്ട്ഫോളിയോ. രണ്ട്, യു ആർ വർക്കിംഗ് വിത്ത് പീപ്പിൾ ആർ എക്സ്പേർട്സ് ഇൻ ദാറ്റ് ഏരിയ, probably who know more than you, and probably who are more senior in age or maybe experience. പിന്നെ അതല്ലാതെ you are young, you are talented, you are beautiful, and you are a woman. And you are working with men who have probably very, very big egos, not all, but might be many. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഇതിനകത്ത് ഈ ഓപ്പറേറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ്? ഹൗ ഡു യു ഓപ്പറേറ്റ്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോഴും കുറേ അധികം പ്രശ്നങ്ങളും വെല്ലുവിളികളും പരാജയങ്ങളും കണ്ണീരും കലഹവും എല്ലാം ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും കണ്ണീരും കലഹവും എല്ലാവർക്കും കണ്ണീരായിരിക്കും പേടി, കലഹമായിരിക്കില്ല. അയ്യോ, എല്ലാം ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ജോലി സ്ഥലത്താണെങ്കിലും അല്ലാതെ സാമൂഹികമായിട്ടാണെങ്കിലും ഒക്കെ എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാനും അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതെല്ലാം ഉണ്ടാകും എന്നുള്ള ഒരു അവബോധം നമ്മുടെ ഉള്ളിലുണ്ട്. അത് തന്നെയാണ് എന്നെ സഹായിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് വന്നാലും അതിങ്ങനെ ഭയങ്കര അപ്രതീക്ഷിതമായിട്ടാണല്ലോ എന്ന് കരുതുന്ന ഒരു ഘട്ടം ജീവിതത്തിൽ താണ്ടി ഞാൻ. ഐ തിങ്ക് ദാറ്റ് എംബോൾഡൻസ് യു എ ലോട്ട്. യു ആർ പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അപ്പം പണ്ടൊക്കെ കൊച്ചുനാളിൽ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാധാരണ മധ്യവർഗ കുടുംബം. അമ്മ SBTയിലെ ക്ലർക്കായിരുന്നു. അപ്പ ISROയിൽ ഒരു സ്റ്റെനോഗ്രാഫറായിട്ടാണ് അപ്പ ജോലി തുടങ്ങുന്നത്. റിട്ടയർ ആവുന്ന സമയത്താണ് അപ്പ പിന്നെ ഗസ്റ്റഡ് ഓഫീസറായി സീനിയർ AO ആയിട്ട് റിട്ടയർ ആവുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, രണ്ട് അറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് അധ്വാനശീലരായിട്ടുള്ള അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും പഠനമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു പഠിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരെയും നന്നായിട്ട് പഠിപ്പിക്കാൻ എന്ത് യാതനയും അനുഭവിക്കും എന്ന് തയ്യാറായിരുന്ന അച്ഛനും അമ്മയും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് വരുന്ന ഒരു സമയത്ത് വളരെ എനിക്ക് തോന്നുന്നു സുരക്ഷിതമായിട്ടുള്ള ഒരു ബാല്യകാലം തരാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഏതൊരു ഇടത്തിൽ പോവുകയാണെങ്കിലും വരുവാണെങ്കിലൊക്കെ നമ്മളെപ്പോഴും വി ഫീൽ വെരി പ്രൊട്ടക്റ്റഡ് എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് നമ്മളെ ലാളിച്ച് വഷളാക്കി എന്നുള്ളതല്ല, പക്ഷേ ഒരു അടിസ്ഥാന സുരക്ഷിതത്വം എന്നുള്ളത് എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു ധാരണയുള്ള ഒരു ബാല്യകാലം ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഞാൻ ആദ്യമായി വെല്ലൂരിലേക്ക് പോയ സമയത്ത് ഹോസ്റ്റലിലാണ് താമസിച്ചു തുടങ്ങുന്നത്.
അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് MBBS കിട്ടുമ്പോൾ ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൗൺസിലിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു ജിപ്മറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, CMC വെല്ലൂരിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ശാഠ്യമായിരുന്നു വെല്ലൂർ തന്നെ എനിക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല, ഇവിടെ തിരുവനന്തപുരത്ത് കിട്ടിയിട്ടുള്ളപ്പോൾ നല്ല മെഡിക്കൽ കോളേജാണ്, പിന്നെ ഓൾ ഇന്ത്യ എൻട്രൻസിൽ കിട്ടുമ്പോൾ അതിനേക്കാളും വലുതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പോയാൽ മതി എന്നുള്ളൊരു വാശിയായ അമ്മയ്ക്ക്. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് അവിടെ പോകണമെന്ന്. അങ്ങനെ നിർബന്ധം പിടിച്ച് അവസാനം അവിടെ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, അമ്മ എന്നോടല്ല, അമ്മ അപ്പാവോട് പറഞ്ഞു, ഇവളല്ലേ, ഞാൻ രണ്ടാമത്തെ ആളാണ്, അപ്പം കുറച്ചുകൂടെ എന്നെ പൊത്തിപ്പൊതിഞ്ഞ് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവളല്ലേ ആള്, ഒരു വീക്കെൻഡിന് അവളുടെ പാർട്ടിയുടെ വീട്ടിൽ പോലും പോയി തന്നെ നിൽക്കാത്തവളാണ്. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പാർട്ടിയുടെ വീട്ടിൽ പോയൊക്കെ നിൽക്കും. ഞാൻ അപ്പ അമ്മയും വിട്ടിട്ട് ഒരു കളിയില്ല, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. ആകെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് നമ്മുടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെയും എൻസിൻ്റെയൊക്കെ ക്യാമ്പ്സിന് പോകുമ്പോൾ മാത്രം. അവിടെ വരുന്ന നിവർത്തിയില്ലാത്തതുകൊണ്ട് ക്യാമ്പിന് മാത്രം മാറി നിൽക്കും. വേറെ ഒരു ദിവസം പോലും ഞാൻ മാറി നിന്നിട്ടില്ല അവരിൽ നിന്നും. അപ്പോൾ അമ്മ അപ്പാവോട് പറഞ്ഞു, അവളല്ലേ ആള്, എന്തായാലും ഇവിടുത്തെ അഡ്മിഷൻ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞതല്ലേ, ഇവിടെ വേണ്ടാന്ന് വെക്കണ്ട, അവരോട് ഇപ്പോഴേ എഴുതി കൊടുക്കരുത്, ഇവൾ അവിടെ പോയിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങ് തിരിച്ചു വരും, നിങ്ങളെ കാണാതെ ഇവൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കൂടുതൽ അപ്പായുടെ കറക്റ്റാണ് ആളായിരുന്നു ഞാൻ, നിങ്ങളെ കാണാതെ ഇവൾക്ക് ഇരിക്കാൻ പറ്റില്ല, അവൾ ഒരാഴ്ചക്കുള്ളിൽ തിരുമ്പി വരുവൾ, എന്നാൽ ഇങ്ങനെയുള്ള അഡ്മിഷൻ കളയണ്ട എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു അമ്മ. അപ്പം ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, അപ്പായോടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുമല്ലോ. അങ്ങനെ ഞാൻ വെല്ലൂർ പോയി. അപ്പോൾ ആ സമയത്ത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇറ്റ് വാസ് എ കമ്മിങ് ഓഫ് ഏജ് ഫിനോമിനൻ ഫോർ മീ. ആ ഒരു ഘട്ടം താണ്ടണം എന്ന് ഞാൻ മനഃപൂർവ്വം എടുത്തൊരു തീരുമാനം കൂടിയായിരുന്നു അത്. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കണം, നിന്ന് പഠിക്കണം എന്നൊക്കെയുള്ള ഒരു ബോധപൂർവം എടുത്തൊരു തീരുമാനം കൂടിയായിരുന്നു. അങ്ങനെ വെല്ലൂരിലോ I wanted to see the reaction. You don't have to answer. I just wanted the reaction. There were many. I wouldn't say no to it. I can remember 4 at least. Not bad. No, but അവിടെ that was the whole problem, you see. ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തൊരു വലിയൊരു പരിഷ്കൃത സമൂഹത്തിലേക്ക് അങ്ങ് പെട്ടെന്ന് ചാടിപ്പോയതുപോലെയാണ് ഇവിടുന്ന് കാണുന്നത്. അതെ, അവിടെ പോയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ടൊരു മിസ്ഫിറ്റാണ് അവിടെ. ഈ പറയുന്ന എന്താ പറയുക, നാമം ജപിക്കുന്ന, പിന്നെ ദുപ്പട്ട 2 വശത്തും പിന്നു കുത്തിക്കൊണ്ട് ക്ലാസ്സിലേക്ക് പോകുന്ന ഏക വിദ്യാർത്ഥിയായിരുന്നു ഞാൻ അവിടുത്തെ 60 പേരിലപ്പോൾ. അപ്പോൾ ഐ വാസ് സോ ദ ഇനിഷ്യൽ പീരീഡ് ദെയർ, ഈ കൾച്ചർ ഷോക്ക് എന്നൊക്കെ അത് ഞാൻ വായിച്ച് കേട്ടിട്ടൊക്കെ ഉള്ളൂ, അല്ല വായിച്ചറിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. ശരിക്കും കൾച്ചർ ഷോക്ക് എന്ന് വന്നത് തമിഴ്നാട് എനിക്ക് കൾച്ചർ ഷോക്ക് അല്ല, കാരണം ഞങ്ങൾ ശരിക്കും തമിഴിയൻസ് ആണ്. അപ്പോൾ ഭാഷ പോലും എനിക്ക് അത്രയും വലിയ പ്രയാസമല്ല, എന്നാലും അവിടുത്തെ പ്രോപ്പർ തമിഴ് ആ സമയത്ത് പഠിക്കാൻ പറ്റി. ഞങ്ങളുടെ തമിഴ് കുറച്ച് തമിഴും അല്ല മലയാളം അല്ല എന്ന് രണ്ടും കൂടെ കലർന്ന ഒരു മിശ്രിതമാണല്ലോ. പക്ഷേ ബേസിക്കലി കൾച്ചർ ഷോക്ക് എന്ന് പറയുമ്പോൾ അത് എൻ്റെ പുറമേ ഉള്ള ഒരു സമൂഹമല്ല, ശരിക്കും എന്നോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ഉള്ളിലെ തന്നെ ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത് അങ്ങ് മാറി. ഒറ്റയ്ക്ക് അവിടെ പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നത് പോലെ, പക്ഷെ അതുവരെ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതാണ് അവിടുത്തെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. എനിക്കതൊന്നും പ്രത്യേകിച്ച് അവിടെ, അതായത് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നോ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണമെന്നോ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആരും അനുവദിക്കുന്നില്ല എന്നോ അങ്ങനെയൊന്നും ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല വീട്ടിൽ നിന്നപ്പോൾ. അതുകൊണ്ട് കൂടെ ആയിരിക്കാം പെട്ടെന്ന് ഇങ്ങനെ സ്വന്തം കാലിലായപ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പിടിയില്ലായിരുന്നു. എനിക്ക് നമ്മുടെ വാല്യൂസ് എന്താണ്, നമ്മുടെ മൂല്യങ്ങൾ എന്താണ്, നമുക്ക് എന്ത് ശരി എന്ത് തെറ്റ്, ഇതൊക്കെ ഡിസ്കവർ ചെയ്യുന്ന ഒരു ഫേസ് ആണ്. അപ്പൊ അതിന്റെ ബാഹ്യ കൽപ്പനകൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പുറത്തു പോകുമ്പോഴത്തേക്കും അപ്പൊ ബാക്കിയുള്ളവരെന്താണ് ചെയ്യുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, അപ്പൊ അവരുടെ കൂടെ നമ്മൾ ലയിച്ച് ചേരാനാണോ ശ്രമിക്കേണ്ടത്, അതോ അവരുടെ ഇടയിൽ നമ്മളായിട്ട് തന്നെ നിൽക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കണം, അതോ ഇതിനൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് ചില്ല് ചെയ്യണോ, ഇങ്ങനെയൊക്കെയുള്ള വളരെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ശരിക്കും ചിരിയാ വരുന്നത്. പക്ഷെ ശരിക്കും അസ്തിത്വം ചോദ്യം ചെയ്യലിനൊക്കെയുള്ള സംഭവമാണ് ഈ എക്സിസ്റ്റൻഷ്യലിസം എന്നൊക്കെ പറയുന്നത്. ശരിക്കും അവിടെ പോയിട്ടാണ് ഞാൻ വായിച്ചു തുടങ്ങുന്നത്.
തമാശ അതല്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഭയങ്കര മെലിഞ്ഞിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് 12ാം ക്ലാസ് വരെ ഒരു ചുരിദാർ പോലും ഇട്ടിട്ടില്ല. അതായത് എല്ലാം ഫ്രോക്കും മിഡിയും ജീൻസും അങ്ങനത്തെ ഡ്രസ്സ് മാത്രമേ ഇട്ടുള്ളൂ. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള യാതൊരു വേഷവിധാനവും ഇവിടെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഓണം വരുന്നു, ദീപാവലി വരുന്നു എന്ന് പറയുമ്പോൾ പട്ടുപാവാട കൊടുക്കുക. അതല്ലാതെ മൈ കംഫർട്ട് വെയർ വാസ് ഓൾവേസ് സംതിങ് ടു ഡു വിത്ത് വെസ്റ്റേൺ എന്നുള്ളൊരു സംഭവമായിരുന്നു തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് വരെ. ആണോ? കാരണം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഏതോ ചാനലില് മറ്റേ IAS കിട്ടി കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ. അതിൽ കോലം സാരി ഒക്കെ IAS കിട്ടി കഴിഞ്ഞത് വെല്ലൂർ പോയി കഴിഞ്ഞിട്ടല്ലേ. ഞാൻ മുമ്പുള്ള കാര്യമായി പറഞ്ഞേ. ആ വന്ന മാറ്റത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഈ പറയുന്ന വേഷവിധാനം പോലും അവിടെ പോയി കഴിഞ്ഞപ്പോൾ ചുറ്റും ഒരുവിധം കാണുന്ന എല്ലാവരും അത്യാവശ്യം മോഡേൺ ആയിട്ട് പുരോഗമനവാദികളായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ. കാരണം വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ലോകത്തുള്ള പല സ്ഥലത്തു നിന്നുള്ള ആളുകളുണ്ട്. ഭാരതത്തിൻ്റെ പല സംസ്കാരങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ്. ഇതൊക്കെ ഉള്ളപ്പോൾ എല്ലാവരും വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ്. അതെ. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ ഒരു അസ്തിത്വത്തിൻ്റെ ചോദ്യമായിരുന്നു, ഞാനിതിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ ആ സമയത്ത് ഞാൻ തിരഞ്ഞെടുത്ത പാത എന്ന് പറയുന്നത്, അവിടെ പോയതിന് ശേഷം ഞാൻ ഒരു ദിവസം പോലും എൻ്റെ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ ഒരു ജീൻസും ടോപ്പ് പോലും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ പൂർണ്ണമായിട്ടും പരമ്പരാഗത രീതിയിലേക്ക് അങ്ങ് പോയി. അതാ ഞാൻ ഈ പറഞ്ഞ ദുപ്പട്ട പോലെ 2 സൈഡ് പിന്നൊക്കെ കുത്തി, മുടിയൊക്കെ 2 സൈഡ് പിന്നിയൊക്കെ ഞാൻ MBBS ക്ലാസ്സിൽ പോയ ദിവസം I was actually very confused. Not regarding MBBS. I was in love with the course. I was in love with the campus. I was in love with everybody whom I met there. It was such an amazing world. But within myself, I was so chaotic. But എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലഘട്ടം എന്നുള്ളത് എനിക്ക് ഏറ്റവും അധികം ഗുണം ചെയ്ത ഒരു കാലഘട്ടത്തിലൊന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അത്രയും അധികം ഒരു കുഴഞ്ഞു മറിഞ്ഞ ചിന്തകളിലൂടെ ഞാൻ എന്തായിരിക്കണം, ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്, ഞാൻ ആരാണ് എന്നൊക്കെയുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ശരിക്കും ഇതിൻ്റെ നടുവിൽ നമ്മൾ പോയി വീഴുമ്പോഴാണ് നമുക്ക് ശരിക്കും ചോദിക്കാൻ തോന്നുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രൊട്ടക്റ്റഡ് എൻവയൺമെൻറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അവിടെ. അപ്പോൾ നമ്മളത് ചോദിക്കില്ല. അപ്പോൾ അതൊക്കെ ചോദിക്കാനുള്ളൊരു അവസരമായിരുന്നു എനിക്കിത്. അങ്ങനെ ഒരു എന്താ പറയുക, സെൽഫ് എക്സ്പ്ലോറേഷൻ ഓഫ് ദ മൈൻഡ് എന്നൊക്കെ നമ്മൾ പറയില്ല. അങ്ങനെ എൻ്റെ ചിന്തകളെ, എൻ്റെ വികാരങ്ങളെ, എൻ്റെ അസ്തിത്വത്തെയൊക്കെ ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. ദാറ്റ് ബ്രിങ്സ് മീ അഗൈൻ ടു ദ ഏർലിയർ ക്വസ്റ്റ്യൻ. കാരണം ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഓഫ് കോഴ്സ് യു ഹാവ് ലോട്ട്സ് ഓഫ് തിങ്സ് ദാറ്റ് മൈറ്റ് പ്രോബബ്ലി നോട്ട് ഗോ ഫോർ യു വെൽ. അത് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ജെൻഡർ ഇനീക്വാളിറ്റീസ്, അതൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ ഡു യു അസേർട്ട് യുവർ സെൽഫ്? ആൻഡ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഹേർഡ് ആയിരിക്കണമല്ലോ. ആൻഡ് അത് പലപ്പോഴും പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും. ഹൗ ഡു യു break that wall? Is that very difficult to this day? Yeah, that's an interesting question. I actually haven't sat down and thought about it, but from my experience, I would definitely say it is hard. It doesn't come in naturally. പ്രത്യേകിച്ചും നേരത്തെ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യം അത്രയും ഗൗരവത്തോടു കൂടി സമൂഹം ശ്രവിക്കുമോ എന്നുള്ളത്. അതിപ്പോൾ രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ ഉദ്യോഗവൃന്ദമെന്നോ ഒന്നും അതിനെ ചുരുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സൊസൈറ്റി ആസ് എ ഹോൾ, അതിപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും നമുക്കത് കാണാൻ സാധിക്കും. അതിപ്പോൾ സിനിമയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും കലയാണെങ്കിലും എല്ലാ മേഖലയിലും അതുണ്ട്. അതിന് എനിക്ക് തോന്നുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് മൈറ്റ് സൗണ്ട് എ ലിറ്റിൽ ഫിലോസോഫിക്കൽ, ബട്ട് ഈ പറയുന്ന നിഷ്കാമ കർമ്മണ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന തത്വം ഉണ്ടല്ലോ നമുക്ക് ഗീതയിൽ പറയുന്ന ഒരു സംഭവം. അപ്പം ഐ ഡോണ്ട് സ്പീക്ക് ടു ബി ഹേർഡ് ബൈ സമ്മൺ. ഐ സ്പീക്ക് ബിക്കോസ് ഐ വോണ്ട് ടു സ്പീക്ക്. ദ ബേർഡ് ഡസൻറ്റ് സിങ് ഫോർ എനിബഡി എൽസ്, റൈറ്റ്? I don't remember the exact poem. Maya Angelouടെ ഒരു കവിതയിൽ പറയുന്നതാണ് അവർ. The bird doesn't sing for it to be heard. The bird sings because it has a song to sing, right?
And I think I just do that, you know. I do it because I have something to do and I believe in what I do, and that's it. You know, ആരതിനെ കേൾക്കുന്നു ആരതിനെ കേൾക്കുന്നില്ല എന്നുള്ളതിനെ മാത്രം ആശ്രയിച്ച് ഞാനൊരു കാര്യം ചെയ്യാൻ തുനിഞ്ഞാൽ അത് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നോ അത് വിജയിക്കുന്നോ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. അതിൻ്റെ ലക്ഷ്യസ്ഥാനം അത് എവിടെയാണ് പോയി വീഴുന്നത് എന്നുള്ളത് ആ ഒരു പാത തന്നെ നിർണ്ണയിക്കുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ അറിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തികൾ ആരായാലും തന്നെ എൻ്റെ അധ്യാപകർ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ, ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബാബുപോൾ സാറിനെ ഞാൻ വളരെ ചെറുപ്പത്തിൽ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് സിവിൽ സർവീസ് എന്നുള്ള ഒരു മോഹം എൻ്റെ മനസ്സിൽ ശരിക്കും വരുന്നത്, ഒരു വിത്ത് പാകുന്നത് അവിടെ നിന്നാണ്. അതിനുശേഷം പിന്നെ വർഷങ്ങൾ, ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഞാൻ അദ്ദേഹത്തെ വീണ്ടും കാണുന്നത്. ആ 20 വർഷങ്ങളിൽ അദ്ദേഹം ആരാ ഞാൻ ആരാ എന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് സിവിൽ സർവീസ് പരിശീലനത്തിനായി തിരികെ വരുന്നു. അപ്പോൾ അവിടെ സ്റ്റേറ്റ് അക്കാഡമിയിൽ ബാബുപോൾ സാറ് മെൻറ്റോർ എമിറിറ്റസ് ആയിട്ട് ഇരിക്കുന്നു. അങ്ങനെ അദ്ദേഹവുമായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫോം ഫില്ല് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു സങ്കീർണമായിട്ടുള്ള പ്രക്രിയയാണ്. അപ്പോൾ എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാനായിട്ട് ഇവരൊരു ക്ലാസ് വെച്ചു അക്കാഡമിയിൽ. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ പോയപ്പോൾ അവിടെ ബാബുപോൾ സാറ് വന്നിരുന്നു, അവിടുത്തെ മെൻറ്ററായിട്ട്. അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവരോടും പറഞ്ഞു തന്നു. ഒരു വലിയൊരു ഹാളാണ്. അവിടെ എനിക്കൊന്ന് 10-90-ലേറെ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കാണാം ആ ഒരു ബാച്ചിൽ തന്നെ. അപ്പോൾ അതിലൊരു 5-മത്തെയോ 6-മത്തെയോ നിരയിലായിരിക്കും ഞാനിരിക്കുക, ഏറ്റവും ഫ്രണ്ടിലൊന്നും അല്ലായിരുന്നു അന്ന്. അങ്ങനെ അദ്ദേഹം കുറേ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം അങ്ങോട്ട്, എന്താണ് ചോദിച്ചതെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല, പക്ഷെ എന്തായാലും ഞാനൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം വളരെ നല്ല ചോദ്യം എന്നൊക്കെ ഒന്ന് അഭിനന്ദിച്ചു. എന്നിട്ട് അതിനുള്ള ഉത്തരം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ക്ലാസ്സിൽ നിന്നും എല്ലാവരോടും ബൈ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കോർഡിനേറ്ററിനോട് അദ്ദേഹം പറഞ്ഞു, ആ ചോദ്യം ചോദിച്ച പുറകിൽ 5-മത്തെയോ 6-മത്തെയോ നിരയിലിരുന്ന ആ കുട്ടിയെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്നെ സ്പോട്ട് ചെയ്ത് വിളിക്കുകയാണ് ഇത്രയും വലിയ ഒരു ക്രൗഡിൽ നിന്നും. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഈ കുട്ടിക്കാലത്ത് ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ എന്നൊരു സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാനുള്ളൊരു ആവേശം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നിൽക്കുകയാണ്. അതായത് അദ്ദേഹത്തെ കണ്ടിട്ടാണ് എനിക്ക് IAS എന്നുള്ളൊരു മോഹം എൻ്റെ മനസ്സിൽ വന്നത് എന്നൊക്കെ അദ്ദേഹത്തിനോട് പറയാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ സംഭവമല്ലേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ, എന്നാൽ ഇത്രയും കൂട്ടത്തിനിടയിൽ എങ്ങനെയാണ് പുറകെ പോവുക എന്നുള്ളത് അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്നെ മാത്രം വിളിക്കുന്നു, ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ഈ കാര്യം ഞാൻ പറയാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്നതിന് മുന്നേ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, I see God's presence in you മോളെ, you will bring laurels to this state എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈവച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നതിന് മുമ്പേ അത് എനിക്ക് എന്താ പറയുക, ഇങ്ങനെ സ്വർഗം കിട്ടിയതായിരുന്നു ശരിക്കും ആ ഒരു നിമിഷം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ MBBS കഴിഞ്ഞു, ഇത്രയും അൺസർട്ടൺ ആയിട്ടുള്ള ഒരു മേഖലയിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ് എന്നൊക്കെയുള്ള, ഞാൻ ജസ്റ്റ് ആരംഭിക്കുന്നേ ഉള്ളൂ എൻ്റെ സിവിൽ സർവീസ് പാത എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലക്ഷ്യം പൂർത്തിയായി എന്നുള്ളത് പോലത്തെ ഒരു നിമിഷമായിരുന്നു അത്. അപ്പം അതൊക്കെ ഇപ്പോൾ ഹൗ ഡിഡ് ഹിയർ മീ എന്നുള്ള ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ I don't know, I didn't do anything to capture his attention intentionally, but you were heard. Yeah, I was heard, and that just happens. And I think when there is so much of conviction in what you do and you do it with all your honesty, as they say, probably the universe conspires to make it happen. അത്രേ എനിക്ക് പറയാൻ അറിയൂ. ബട്ട് അതിൻ്റെ നട്ടും ബോൾട്ടിലേക്കും നമ്മൾ പോയാൽ പ്രശ്നങ്ങളുണ്ട്. യെസ്. ദാറ്റ് ബ്രിങ്സ് മീ ടു ദ പോയിന്റ് ഡോക്ടർ. ഒരു ഫെമിനിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ആൻഡ് ഇതെൻ്റെ ഒരു കോർ വാല്യൂ ആണ് എന്നുള്ള തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടായത്? ഇതാണ് ഫെമിനിസം എന്നുള്ള ഒരു വ്യാഖ്യാനം ഒരുപക്ഷെ ജീവിതത്തിൽ വളരെ താമസിച്ചാണ് എനിക്ക് ലഭിച്ചത് എന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ആശയവും അതിൻ്റെ ജീവിത രീതികളും എല്ലാം ചെറുപ്പകാലം മുതലേ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം വീട്ടിൽ അപ്പാവും അമ്മയും ഞാനും അക്ക, അപ്പം ഞങ്ങൾ 3 പേര് സ്ത്രീകളാണ് അവിടെ.
ഒപ്പം അപ്പ വളരെയധികം പെൺകുട്ടികൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ജീവനായിട്ട് കൊണ്ടു നടക്കുന്ന മനുഷ്യനും കൂടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അക്ക വന്നതിന് ശേഷം അതിനു മുമ്പ് ഒരു കഥ പറയണം. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ, അതായത് പാട്ടിക്ക് 3 പെൺമക്കളാണ്. അതിൽ മൂത്ത ആളാണ് എൻ്റെ അമ്മ. ഇവർ 3 പെൺമക്കൾക്കും ഓരോരോ പെൺമക്കളാണ് പിന്നീടും ജനിച്ചത്. അപ്പോൾ ഇങ്ങനെ പെൺകുലത്താൽ സമൃദ്ധമായ ഒരു കുടുംബം എന്ന് വേണം പറയാൻ. അങ്ങനെ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് രണ്ടാമത് അമ്മ ഗർഭിണിയായപ്പോൾ ആ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെ അടുത്തത് ഇനി ഒരു ആൺതരി കുടുംബത്തിൽ വരാൻ പോവാണ് എന്നിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആരൊക്കെയോ പറഞ്ഞു ആൺകുട്ടി ആകാൻ പോവുകയാണെന്നും കൂടെ. അങ്ങനെ ഇവർ ആൺകുട്ടി ആകും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് അപ്പ മാത്രം അങ്ങനെ പ്രാർത്ഥിക്കുക, കടുത്ത പ്രാർത്ഥനയായിരുന്നു, പെൺകുട്ടി ആയിരിക്കണേ രണ്ടാം. ഞാൻ അറിയുന്നത് പിന്നെ ആൺകുച്ചിൻ്റെ ഉള്ള പേര് വരെ തിരഞ്ഞെടുത്ത് വെച്ചിരുന്നു എന്നാണ്. അപ്പോഴാണ് ഞാൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം സന്തോഷിച്ചത് അപ്പായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ പക്ഷെ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഒരു രസത്തിന് പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അത്രയും എന്താ പറയുക, ഗൗരവത്തോടു കൂടി അത് എടുക്കേണ്ടതില്ല എന്നുണ്ടെങ്കിലും അപ്പായ്ക്ക് ചെറുപ്പം മുതൽ തന്നെ പെൺകുട്ടികളോടും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവകാശപ്പെട്ടത് എല്ലാം തന്നെ ഉണ്ടാവണം എന്നുള്ളതും ഒക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ആ ഒരു തലത്തിൽ അത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ സാധിച്ചിരുന്നു എന്നെനിക്കറിയില്ല. അപ്പായുടെ കുടുംബത്തിലാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും ഒക്കെ. പക്ഷെ ആ ഒരു ഇടം എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിവേചനം എന്നുള്ളത് അനുഭവിച്ചിട്ടില്ല ആ പ്രായത്തിൽ. പക്ഷെ അതിലുപരിയായി ഞാൻ ഈ പറഞ്ഞ പാട്ടി, അതായത് 3 പെൺകുട്ടികളുടെ അമ്മയായ ഇത്രയധികം പേരക്കുട്ടികളുടെ അമ്മമ്മയായ പാട്ടി എന്ന് പറയുന്ന വ്യക്തി വളരെയധികം ശക്തിയോടുകൂടിയും വളരെയധികം ശ്രേഷ്ഠതയോടുകൂടിയും ജീവിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഓരോ തവണ പാട്ടിയെ കാണുമ്പോഴും ഒക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശക്തി, ഒരു കരുത്ത് ഇങ്ങനെ വരുമായിരുന്നു എനിക്ക്. പക്ഷെ പാട്ടിയുടെ ജീവിതം എടുത്ത് നോക്കിയാൽ നമ്മൾ ഏറ്റവും അധികം ഒരു പെൺകുട്ടിയായിപ്പോയി എന്നുള്ളത് കൊണ്ട് വിവേചനത്തിനപ്പുറം വിവേചനം അനുഭവിച്ച് ജീവിച്ചു വന്നൊരു ജീവിതമാണ് തന്നെ. അതായത് തമിഴ്നാട്ടിലാണ് പാട്ടി ജനിക്കുന്നത്, തിരുനെല്വേലിയിലാണ് ജനിക്കുന്നത്. അവിടെ ശരിക്കും അന്ന് ESLC ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ 8ാം ക്ലാസ്, ഇന്നത്തെ 8ാം ക്ലാസ്സിനോട് അനുബന്ധം ആ ഒരു സമാനമായിട്ടുള്ളതാണ് ESLC. ESLCയിൽ അവരുടെ ജില്ലയിൽ പാട്ടിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചത്. പക്ഷേ അതിനുശേഷം പഠനം തുടരാനായിട്ട് പാട്ടിയുടെ അപ്പ അനുവദിച്ചില്ല. ആ സമയത്ത് പിന്നെ പീരീഡ്സ് തുടങ്ങി, പ്യൂബർട്ടി ആയി എന്നുള്ളത് കൊണ്ട്, ആർത്തവം ആരംഭിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇനി പഠിക്കാനൊന്നും പോണ്ട എന്നുള്ള ഒരു കാരണം പറഞ്ഞ് പഠനം നിഷേധിച്ചു, തുടർ പഠനം നിഷേധിച്ചു. അപ്പോൾ ആ സമയത്ത് പാട്ടി എന്നോട് പറഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പോൾ ഒരുപാട് പ്രയത്നിച്ചു, ഒരുപാട് എന്താ പറയുക, പട്ടിണി കിടന്നു, പ്രക്ഷോഭം, അത് എന്തൊക്കെയൊക്കെ ചെയ്തു നോക്കി. പക്ഷേ ഒരുവിധം അനുവദിക്കുന്നില്ല. എന്നിട്ട് പാട്ടിയുടെ സ്കൂളിലെ ഹെഡ് മാഷ് വീട്ടിൽ വന്നിട്ട്, ഒരു കണക്ക് മാഷായിരുന്നു എന്ന് പറയും, മാഷ് വീട്ടിൽ വന്നിട്ട് പാട്ടിയുടെ അപ്പായോടും സമൂഹത്തിലുള്ള ബാക്കിയുള്ളവരോടൊക്കെ സംസാരിച്ച് നോക്കി. എന്നിട്ടും അനുവദിക്കുന്നില്ല. അപ്പോൾ എന്നിട്ട് അവരുടെ സ്കൂളിൽ വെച്ചിട്ട് ഈ പിന്നെ ഇന്നത്തെ പോലെ തന്നെ മെറിറ്റ് അവാർഡിൻ്റെ സമാനമായിട്ട് അന്നും സ്കൂളിൽ വെച്ചിട്ട് ഈ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾ എന്നുള്ളതുകൊണ്ട് അങ്ങനെ അവരെ ആദരിക്കാനായിട്ടൊരു ചടങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെങ്കിലും വരണം എന്നൊക്കെ വന്ന് ക്ഷണിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പാട്ടി അന്നത്തെ ഒരു നോൺ വയലൻറ്റ് പ്രൊട്ടസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അതിൻ്റെ ഒരു പ്രകടനമായിട്ട് അതിന് പോയില്ല. ഞാൻ അവിടെ പോയി ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? എന്നെ നിങ്ങൾ പഠിക്കാൻ അനുവദിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റിന് യാതൊരു വിലയില്ല. അതിങ്ങനെ കണ്ണാടി ചില്ലിൻ്റെ ഉള്ളിൽ ഇവിടെ തൂക്കിയിടേണ്ട കാര്യമല്ല. അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല, ഞാനത് വാങ്ങിക്കില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തു. അവിടെ വളരെ സൈലൻ്റായിട്ട് നിശബ്ദമായി പാട്ടിയുടെ ശബ്ദം പുറത്ത് കേൾപ്പിക്കുകയായിരുന്നു ആ ഒരു പ്രവൃത്തിയിലൂടെ. ഒന്നാലോചിച്ച് നോക്കിയേ, അത്രയും ആൾക്കാരുടെ മുന്നിൽ നിശബ്ദമായി, ആ ജില്ലയിലെ എല്ലാവരുടെയും മുന്നിലാണ് വളരെ നിശബ്ദമായി പാട്ടിയുടെ ശബ്ദം അന്ന് കേൾപ്പിച്ചത്. അതിലൊരു കരുത്ത് ആ 8ാം ക്ലാസ്സുകാരിക്ക് അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പിന്നീട് ഈ സ്കൂൾ അവിടെ ഉണ്ടോ, ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ
അന്വേഷിച്ച് പോയി. പാട്ടി ഉള്ളപ്പോൾ അത് ഒന്ന് തിരിച്ച് കൊണ്ടു കൊടുക്കണം എന്നുള്ളൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ ആ സ്കൂള് പിന്നെ എപ്പോഴും ഒരു തീപിടുത്തത്തിലായിട്ട് ആ ഒരു ആ ശേഖരം അങ്ങ് കത്തിപ്പോയി എന്നാണ് പറഞ്ഞത്, അറിയാൻ സാധിച്ചത്. അപ്പോൾ അത് കണ്ടിട്ടില്ല. പക്ഷെ പാട്ടി അപ്പോഴും എന്നോട് പറഞ്ഞത് അതിൽ വിഷമിക്കൊന്നും വേണ്ട, അതൊരിക്കലും എൻ്റെ കയ്യിൽ വരാൻ ഉള്ള സാധനം അല്ലായിരുന്നു, ഇനിയിപ്പോൾ തിരിച്ച് വന്നെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഈ ഒരു ലീനിയേജ് ആണ്, അപ്പൊ രക്ഷയില്ല. ബ്ലഡ് അല്ലേ? പ്രോബബ്ലി യെസ്. നമ്മൾ ഫെമിനിസത്തെ കുറിച്ച് കോൺവെർസേഷൻസ് ഉണ്ടാവുമ്പോൾ പലപ്പോഴും ആൾക്കാർ ഡൈഗ്രസ് അവേ ഫ്രം ഫെമിനിസം സെയിങ് ദാറ്റ് ഐ എം എ ഹ്യൂമനിസ്റ്റ്, ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫെമിനിസം ഇസ് നോട്ട് ദ റൈറ്റ് കൈൻഡ് ഓഫ്, അത് ഏലിയനേറ്റ് ചെയ്യുന്നു. What is your take on all these conversations? See, any kind of movement that fights for rights, എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓൾ ദീസ് മൂവ്മെൻറ്റ്സ് ഇസ് ജസ്റ്റ് എ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്. അത്രയേ ഉള്ളൂ. ഫെമിനിസം ഇസ് ഓൾസോ ദാറ്റ്. ഇറ്റ്സ് എ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസസ് ദാറ്റ് ആർ ഇമ്പാർട്ടഡ് ടുവേർഡ്സ് ഓർ ദാറ്റ് ആർ ഡിറക്റ്റഡ് ടുവേർഡ്സ് വിമൻ ജസ്റ്റ് ഫോർ solely on gender reasons or solely on gender purposes. അത്രയേ ഉള്ളൂ. അതിലിപ്പോൾ എന്ത് നാമം വേണമെങ്കിലും നമുക്കത് ഏത് ഭാഷയിലും ഏത് നാമധേയത്തിലും ഒക്കെ അത് അറിയപ്പെടാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ്, അന്യായത്തിനെതിരെയുള്ള പൊരുതലാണ്. One thing very interesting about you, husband Congress politician ആണ്, you're working closely with the CPM government. അതിൻ്റെ കൂടെ you have the വിഴിഞ്ഞം പോർട്ട് ഇൻട്രസ്റ്റഡ്. അപ്പോൾ ഇതിനകത്ത് കുറേ കോൺഫിഡൻഷ്യൽ, കുറേ വെരി ഹൈ പ്രൊഫൈൽ ഇൻഫർമേഷൻ കാണും വിച്ച് ഷുഡ് നോട്ട് ബി ഈവൻ ഡിസ്കസ്ഡ് ഓർ അട്ടേർഡ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കിടന്നിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇറ്റ് മസ്റ്റ് ബി ക്വൈറ്റ് എ ടൈറ്റ് റോപ്പ്, ബിക്കോസ് ഒരു വശത്ത് യു ഹാവ് സംബഡി ഫ്രം ദി ഓപ്പോസിറ്റ് ടീം റൈറ്റ് ഇൻ ദ ഹൗസ്, വീട്ടിൽ തന്നെ. ഹൗ ഡസ് ദിസ് വർക്ക്? ഇതൊരു ഭയങ്കര ഒരു എന്താ പറയുക മിസ്റ്ററി ആണ് ടു ബി സോൾവ്. How do you do this? കുഞ്ഞിനെ ഒരു പൊതുവേദിയിൽ ഞാൻ കൊണ്ടുപോയത് പ്രസംഗിക്കുമ്പോൾ കയ്യിലെടുത്തതും ഒന്നും ഞാനായിട്ട് പോസ്റ്റ് ചെയ്തതല്ലായിരുന്നു, അല്ലാതെ ഇത് സമൂഹ മാധ്യമങ്ങളിൽ നുഴഞ്ഞു കയറിയതാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിങ്ങനെ ഈ ഒരു വലിയൊരു ഹാളും ആയിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ വേദിയിലിരിക്കുന്നു, ഞാൻ ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ കൂടെ നടുക്കിങ്ങനെ ഒരു ബോൾഡായിട്ട് ഇങ്ങനെ ഒരു എൻട്രി നടത്തുകയാണ്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു, ഇതാരാണ് ഈ കയറി വരുന്നത് ഇത്രയും ധൈര്യത്തോടു കൂടി എന്നുള്ളൊരു മട്ടില്. പൊതുജന സേവനം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തും പലർക്കും പല ലക്ഷ്യങ്ങളായിരിക്കാം, പല ഇംഗിതങ്ങളായിരിക്കാം, പല മാർഗങ്ങളായിരിക്കാം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു സമാനത ഉണ്ടെന്നുള്ളത് മനസ്സിലായി.